വെൽക്കം ബാക്ക് ടു വില്ലൻസ് വ്ലോഗ് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സെൻറ്റ് ആൻഡ്രൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സെൻറ്റ് ആൻഡ്രൂവിൽ കുറച്ച് അധികം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തെ സെൻറ്റ് ആൻഡ്രൂവിൻ്റെ ബീച്ചാണ് കാണാൻ രസമുള്ളത്. പക്ഷേ അതിലേക്ക് നമ്മൾ പോണതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് വന്ന സ്ഥലമാണ് സെൻറ്റ് ആൻഡ്രൂ കാത്തീഡ്രൽ എന്ന് പറയണം. ഇത് വളരെ വർഷമൊന്നും പറയാൻ പറ്റില്ല, അത്രയേറെയാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പള്ളിയായിരുന്നു ആക്ച്വലി ഇത് കംപ്ലീറ്റ്. ഈ പള്ളിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇതൊക്കെ ഉള്ളൂ, അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയാം. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്ന ഈ കല്ലുകൾ കണ്ടു, ഇതൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇപ്പോഴും കാണാൻ. ഒരു അത്ര പഴകി, ഇത്രയും വർഷങ്ങളും പഴകിയ ബിൽഡിംഗ് ആണെങ്കിലും കാഴ്ചയിലൊക്കെ ഒരു ഭയങ്കര ഇത് ആരും തേച്ച് കഴുകി മിനുക്കി വെച്ചേക്കണ അല്ല ഏതായാലും, കാരണം അതിൻ്റെ മേള് മുതൽ നമുക്ക് കണ്ടറിയാം അങ്ങനെ ഒരു സംഭവം. അപ്പം ഇത് ആ പള്ളിയുടെ ഒരു ഭാഗമായിരുന്നു. ഈ പള്ളിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഏകദേശം, അത് ഞാൻ കാണിച്ചു കണ്ടോ. ഇതാണ് ആ പള്ളിയുടെ ഏകദേശം രൂപം. പള്ളി ഇങ്ങനെ ഇരുന്നേച്ചത് ഭയങ്കര ഒരു ഫേമസ് പള്ളിയായിരുന്നു ഇവിടെ സ്കോട്ട്ലാൻഡിൽ തന്നെ. അതിവിടെ പ്രത്യേകം എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആ സെൻട്രൽ പോർഷൻ. ഇപ്പം നമ്മൾ നിന്നേച്ച പോർഷൻ അവിടെയാണ്. ഈ തൂണുകൾ കണ്ടോ നിങ്ങൾ, ഈ 1 2 3 4 ഈ ചെറിയ തൂണുകളുടെ പില്ലറുകളാണ് ഈ ഇരുന്നേച്ചതൊക്കെ. അതൊക്കെ പോയി, കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന തൂണുകളും. അപ്പോൾ ആ സെൻട്രൽ പോർഷൻ ഇതായിരുന്നു ആ പള്ളിയുടെ. ആ കാണുന്നതാണ് അൾത്താരയും അതിൻ്റെ ബാക്ക് സ്റ്റേജൊക്കെ വരുന്ന സംഭവങ്ങളാണ് ആ കാണുന്നത് ഫ്രണ്ടിൽ ബാക്കിൽ. പിന്നെ ഇതിപ്പോൾ ഈ സൈഡ് മൊത്തം ഒരു സെമിറ്ററി പോലെയാണ്. ഇപ്പോൾ ആരും ഇവിടെ അടക്കമില്ല, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ അടക്കം ചെയ്തേക്കണത്. ഒരു സെമിറ്ററിയുടെ ഭാഗമുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെയുണ്ട് സെൻറ്റ് ആൻഡ്രൂവിൻ്റെ. ഇവിടെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ സെൻറ്റ് ആൻഡ്രൂ കാത്തീഡ്രൽ എന്ന് അടിച്ചാൽ മതി. അപ്പുറത്തെ സൈഡ് ബീച്ചാണ്, ഈ സൈഡ് റോഡ് ഇങ്ങനെ ഒരു യു ഷേപ്പിലേക്ക് ഇറങ്ങി പോകണേണ്. പാർക്കിംഗ് സൗകര്യം അവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിയുടെ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ അത് വളരെ കുറച്ച് പാർക്കിംഗ് ഉള്ളൂ. അവിടെ ഞാൻ നോക്കിയിട്ട് പാർക്കിംഗ് ഫീയുടെ ഇത് ഇടാനുള്ള ടിക്കറ്റൊന്നും കണ്ടില്ല. പക്ഷെ ബാക്കിയുള്ളിടത്തൊക്കെ പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വരും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൾറൗണ്ട് ഒന്ന് നടക്കാം. വാ. ഗൈസ്, ഇവിടെ ഇല്ലേ ഭയങ്കര വലിയൊരു ഗുഹ. നോക്കി, ഇതെന്താണ് ഈ ഗുഹയെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. എങ്ങനെ വന്നാലും ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. താഴ്ഭാഗം കാണാൻ പറ്റും നമുക്ക്. ഒരു 30-50 മീറ്ററെങ്കിലും ഉണ്ടാവും ഉള്ളിലേക്കൊരു കിണർ പോലെയാണ് നമുക്ക് കറക്റ്റായിട്ട് തോന്നണം കേട്ടോ. പക്ഷെ എന്തായിരുന്നു എന്നൊരു ഐഡിയ ഇല്ല, ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് കത്തീഡ്രലിൻ്റെ ഉള്ളിൽ, പള്ളിയുടെ ഉള്ളിൽ വിരിച്ചിരുന്നേച്ച ഒരു ടൈൽസിൻ്റെ പാറ്റേണും ടൈലുമാണ്. ഈ ടൈല് കൊണ്ടുവന്നേക്കണത് നെതർലാൻഡ്സിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഏകദേശം ഈ പള്ളിയുടെ വർഷം എന്ന് പറഞ്ഞാൽ 1230 അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കണം എത്ര വർഷം മുമ്പ് പഴക്കമുള്ളതാണ്. ഞാൻ നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പാന്ന് പറഞ്ഞാൽ 100 വർഷമെന്ന് വിചാരിച്ചാണ്. പക്ഷെ 100ഒന്നുമല്ല, 1230 ഇതിൻ്റെ ഫസ്റ്റ് ടൈല് പ്ലേസ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഇത് നേരത്തെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ഡാർക്ക് ബോക്സിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സൂക്ഷിച്ച് വെച്ചേക്കണേണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് അംശങ്ങളുണ്ട്. ലിഫ്റ്റ് ദ ലീഡ് എന്നാണ് പറയണത്, പക്ഷേ ഈ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കണേണ്. പണ്ട് ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ടൈൽസ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ബോക്സുകളുടെ ഉള്ളിൽ ഈ ടൈൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ആ ടൈൽസ് സുരക്ഷിതമായി വെച്ചേക്കുന്നതാണ്. പക്ഷെ നമുക്കത് കാണാൻ ഒരു യോഗമില്ല, അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കണമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പള്ളിയിൽ കുറേ ഏരിയ ഉണ്ട്. നടുക്ക് നമ്മൾ പള്ളി കണ്ടു, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ച ആൾക്കാർ ഷിംതേരികളാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല. ഞങ്ങൾ വേറെ സ്ഥലമായിരിക്കുമെന്ന് ഓർത്താണ് വന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എൻട്രി ഇല്ലാത്തതിൻ്റെ കാരണം ഇവർ എഴുതി വെച്ചേക്കണത്, ഇവിടെ ഈ സ്റ്റോൺ ഉണ്ടല്ലോ അവരുടെ ഗ്രേവ് യാർഡിൻ്റെ, അതെല്ലാം ഒരു സ്റ്റേബിളല്ല, അതെപ്പോൾ വേണമെങ്കിലും ചരിഞ്ഞ് താഴേക്ക് വീഴും. അത് ശരിയാണ്, ചിലതൊക്കെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് എൻട്രി, ഒരു പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. കുറേ ശവക്കല്ലറുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ബിഷപ്പ് മരിച്ചതിൻ്റെ പോലും വലിയ വലിയ ശവക്കല്ലറുകൾ ഇവിടെ അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പള്ളിയുടെ ഒരു ഇൻറ്റീരിയറും പള്ളിയുടെ ഈ റൈറ്റ് സൈഡുമാണ്, ലെഫ്റ്റ് സൈഡുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം. എന്തോ ഒരു ഏരിയ ഇനിയും ഉണ്ടെന്ന് എനിക്ക് തോന്നണത്.
അപ്പോൾ ഇതാണ് എന്താണ് ഒരു പവർ ഹൗസ് എന്ന് പറയുന്ന ഈ സെൻറ്റ് ആൻഡ്രൂ കത്തീഡ്രലിൻ്റെ ഒരു മെയിൻ മീറ്റിംഗ് റൂമാണ് ഈ കാണുന്നത്. ആ മീറ്റിംഗ് റൂമിലെ സംഭവങ്ങളാണ് ഇവിടെയാണ് മെയിൻ ആൾക്കാർ പള്ളിയുടെ കാര്യങ്ങളായിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിടെ കുഴികളെന്നല്ലേ. പക്ഷേ ഇവിടെ തന്നെയാണ് അങ്ങനെ മെയിനായിട്ട് മീറ്റിംഗ് നടത്തുന്ന ആൾക്കാർ ശവക്കല്ലറയായിട്ട് അവരെ സംസ്കരിച്ചിരുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ പണ്ട് പോലെ എന്താ പറയുക മരക്കഷ്ണം കൊണ്ടൊന്നുമല്ല ഇവിടുത്തെ ഈ പറഞ്ഞ ശവപ്പെട്ടി ഉണ്ടാക്കുന്നത്, കല്ലുകൊണ്ടാണ്. അതൊരു കല്ലിൻ്റെ ഒരാളുടെ രൂപം പോലെ തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അത് ഞാൻ ക്യാമറ കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ മീറ്റിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കണ പോലെ തന്നെ ഞാൻ വേറൊരാളെ കാണിച്ചു തരാം എങ്ങനെയാണ് മീറ്റിംഗ് റൂമിൽ അവർ ഇരുന്നേച്ചത്. ഇവിടെ ആൾക്കാർ ഇത് കണ്ടോ, ഒരാളിരിക്കണം കേട്ടോ, ഇങ്ങനെയാണ് മീറ്റിംഗ് റൂമിൽ ഇരുന്നേച്ചത്. ഇവിടെ ഇതേപോലെ കണ്ട പോലെ ചെയർ പോലെയാണ് ഉള്ളത്. അപ്പോൾ ആ ചെയറിന് പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അച്ഛൻ പറയൂ ഞങ്ങളത് കേൾക്കാം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ മീറ്റിംഗ് കൂടി ഇരിക്കും ഇവിടെ. അപ്പോൾ ഇതാണ് ശവക്കല്ലറ. ഇത് കണ്ടോ ഒരാളുടെ ഹെഡിൻ്റെ പോർഷൻ ഇവിടെയും ബോഡി ഇങ്ങനെയും വെക്കണത്. അപ്പോൾ ഇവരെയൊക്കെ ഇവിടെയാണ് അടക്കിയിരുന്നേച്ചതെന്നാണ് പറയണത്. മെയിൻ പ്രയോറിറ്റി ആയിട്ടുള്ള എന്താ ഗവർണേഡ് ബോഡീസ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇവിടെയാണ് എല്ലാവരും അടക്കിയിരുന്നേച്ചത്. അപ്പോൾ ആകെ 1 2 3 4 5 പേരെ ആകെ ഉണ്ടായുള്ളൂ ഗവർണിംഗ് ബോഡിയായിട്ട്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ഫാദർ, വികാരി അച്ഛന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു സെൻറ്ററാണെന്ന് പറയുന്നത്. സെൻറ്റർ എന്ന് വെച്ചാൽ അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന വെച്ച സ്ഥലം. അപ്പോൾ ഈ ഒരു ചെറിയൊരു അണ്ടർ കവർ പോലെ പോർഷനും അവർക്കുള്ള ഒരു ലോൺ സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നല്ല ഏരിയാസ് ഉണ്ട് കാണുമ്പോൾ തന്നെ. നമുക്ക് എന്തോരം ഉണ്ട് നമുക്ക്. ഇതാണ് ടവർ കത്തീഡ്രൽ കേട്ടോ. ഇതിന് എന്ത് ബേസാണെന്ന് വെച്ചാൽ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇത് പണിതത് 1123 തുടങ്ങി 1159 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് പണിതേക്കണത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടവറാണിത്. ഈ ടവറിലേക്ക് എൻട്രൻസ് ഉണ്ട്. ഇതിനിപ്പോൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം കത്തീഡ്രലിൻ്റെ ക്ലോസ്റ്റേഴ്സ് ടിക്കറ്റ് ഓഫീസിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. അതെന്തോ ഒരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള ടവറാണ്. ഇതിൻ്റെ ഗുണം എന്തായിരുന്നെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരാനുമില്ല നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് ഒരു ടവർ. ഇപ്പോൾ നമ്മളിപ്പോൾ കത്തീഡ്രലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിൽ കാണുന്നതാണ് ക്യാസിൽ കേട്ടോ. ഇവിടുത്തെ സെൻറ്റ് ആൻഡ്രൂവിൻ്റെ ഒരു ക്യാസിലാണ് കാണുന്നത്. അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല, ചെറിയ അംശങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു പോർഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രീ ടിക്കറ്റാണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അത് ടിക്കറ്റൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് കയറി നടക്കാമെന്ന് തോന്നുന്നു. പിന്നെ അടിയിൽ നല്ല കുളിസീൻസ് ഉണ്ട്, എല്ലാവരും വന്ന് കാണിച്ചു തരാമെന്നാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒടുക്കത്തെ കുളിസീനാണ് ഇവിടെ. നോക്കൂ, ആദ്യം വീഡിയോയിൽ ചാനലിൽ ആരും കുളിസീൻ കാണിച്ചു തന്നില്ലെന്ന് പറയരുത് കേട്ടോ. ആയിരിക്കും അമല നന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക എല്ലാവരും. ആ വഴി ഇറങ്ങിക്കുന്ന അവിടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കുളിയൊക്കെ നടത്താം. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനും. ആ കടലിൻ്റെ അടുത്ത് തന്നെ കാസിൽ കാണാനും ഒക്കെ ആയിട്ട് നല്ല ഭംഗി. അങ്ങോട്ടുള്ള വ്യൂ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ കണ്ട മറ്റേ വിൻഡ് വില്ലാണ് കാണുന്നത്. നോക്കി പറ്റുള്ളത് ഭയങ്കര ദൂരം അളവിലുണ്ടോ ചെറുതായിട്ട്. ഈ കാണുന്ന പാസേജ് കത്തീഡ്രൽ, ആ കാണുന്നതാണ് കത്തീഡ്രൽ. അതിൻ്റെ സൈഡിലൊരു വഴിയുണ്ടല്ലേ, റൈറ്റ് സൈഡിൽ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ. അത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാസിൽ കാണാം. എഴുതി വെച്ചിട്ടുണ്ട് കത്തീഡ്രൽ ഇങ്ങോട്ടാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ബീച്ചും ആ കാസിലൊക്കെ ഈ വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ ബീച്ചിലേക്ക് പോകണേണ്. സെൻറ്റ് ആൻഡ്രൂവിൻ്റെ അടിപൊളി ബീച്ചാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അടുത്ത ബീച്ചിലാണ്. അതായത് സെൻറ്റ് ആൻഡ്രൂസിൻ്റെ ഒരു മെയിൻ ബീച്ചിലും ഒരു ആക്ടിവിറ്റി സെൻറ്ററും കൂടിയാണ് ഇവിടെ. ചെറിയ പിള്ളേർക്കൊക്കെ പാർക്കുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ സൗകര്യങ്ങൾ. കാർ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിലും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് കാർ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവമൊന്നുമില്ല. ബീച്ചാണ്, എല്ലാവരും വന്ന് കുളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ അത് നല്ല രസമുണ്ട് അവിടെ. ക്യാമ്പിംഗ് സൈറ്റാണത്, കുറേ ക്യാരവൻ പാർക്കാണത് കേട്ടോ. അത് നല്ലൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അതിൽ പോകാൻ പറ്റും. അതിൽ റോഡുണ്ട്, അതിൽ ആക്സസ് ചെയ്യണം. മെയിൻ റൂട്ടിൽ കൂടിയാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ. ഒരു കറക്റ്റ്
ഒരു മലയുടെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതെല്ലാം. കുറേ ക്യാമ്പിങ് ഇതുണ്ട് കേട്ടോ, കാരവൻ ഉണ്ട്. അപ്പോൾ സെൻറ്റ് ആൻഡ്രൂവിലും കാരവൻ പാർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈറ്റൊക്കെ റിലേറ്റഡ് ബുക്ക് ചെയ്താൽ എല്ലാവർക്കും വന്ന് കാരവനൊക്കെ സ്റ്റേ അടിക്കാം കേട്ടോ. നോക്കിയാൽ അപ്പോൾ ഇതൊക്കെയാണ് സെൻറ്റ് ആൻഡ്രൂവിൻ്റെ ചെറിയ കാഴ്ചകൾ. സെൻറ്റ് ആൻഡ്രൂവിലൊക്കെ വന്നെയാണെങ്കിൽ ഇപ്പോൾ എഡിൻബ്രയിൽ നിന്ന് വരുന്നതാണെങ്കിൽ മാക്സിമം ഒരു 1.5 hour വൺ സൈഡ് ജേർണിയേ ഉള്ളൂ. സിമ്പിളായിട്ട് എത്താം. നല്ല റോഡാണ്, അടിപൊളി കൺട്രി സൈഡ് റോഡ്, നല്ല യാത്രയാണ്, അടിപൊളിയാണ്. അപ്പോൾ മാക്സിമം വന്നിട്ട് ഒരു 1 day എന്നുള്ള രീതിയിൽ വന്ന് എൻജോയ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് കത്തീഡ്രൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ബീച്ചിൽ നിന്ന്. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്താൽ മതി. നല്ല രീതിയിൽ എല്ലായിടത്തും നടന്ന് തന്നെ പോകാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. ക്യാസ്റ്റിലാണെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ടപ്പുറത്തായിരുന്നു, നമ്മൾ നടന്നു വന്നത്. ബീച്ചിലേക്ക് നമ്മൾ 13 minute നടക്കണമെന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. നമ്മൾ ഏതായാലും കാറുള്ളതുകൊണ്ട് കാറിനിങ്ങോട്ട് പോകുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെല്ലൈക്കൺ അടിച്ചാണ് പൊട്ടിച്ചേക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.